ഈ വിശുദ്ധ ആരാധനയിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സൈന്യങ്ങളിൻ ദൈവം ആയ യഹോവേ, നീ വിശുദ്ധൻ, നീ പരിശുദ്ധൻ, നിർമ്മലൻ. സ്വർഗം ഭൂമിയെങ്ങും നിൻ മഹത്വം തിങ്ങും. സകല ഉപവാസങ്ങളുമായുള്ളവരെ യഹോവയ്ക്കാർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ, അവിടെ നമ്മെ ഉണ്ടാക്കി നാം ദൈവത്തിലുള്ളവർ ആകുന്നു. ദൈവമേ, അങ്ങ് ദൈവം, അധികാലത്തെ ഞാൻ അങ്ങേ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്തിൻ്റെ വെള്ളം അങ്ങേക്കായി ദാഹിക്കുന്നു. എൻ്റെ ദേഹം അങ്ങേക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ അവിടുത്തെ ബലവും മഹത്വം കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങയെ നോക്കിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവായ ദൈവമേ, കർത്താവേ, ഞങ്ങൾക്ക് അധിവസിക്കുന്നതിന് വേണ്ടി മനോഹരമായ ഒരു ഭൂമിയെ ഞങ്ങൾക്ക് അവിടുന്ന് ദാനമായി നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതൊക്കെയും അങ്ങയുടെ ദാനമെന്ന് ഓർത്തുകൊണ്ട് കർത്താവ് നൽകുന്ന കൃപകൾക്കനുസരിച്ച് ജീവിപ്പാണ്ടക്കണം. അവിടെ ഞങ്ങൾ ഓരോരുത്തരും അവിടെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു. സകല സൃഷ്ടിയും അങ്ങയെ മഹത്വപ്പെടുത്തുന്നല്ലോ. അവയോട് ചേർന്ന് ഞങ്ങളും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ അധിവസിക്കുന്ന ഭൂമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ജീവിത സാഹചര്യങ്ങൾക്കായി സ്തോത്രം. അതൊക്കെയും അനുഭവിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് അങ്ങേ ആരാധിച്ച് ജീവിപ്പാണ്ടക്കണം. അവിടെ ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ആരാധന ദൈവത്തിൻ്റെ കൃപ പറയണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. After
യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പെടുക. നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക. സങ്കീർത്തനങ്ങളോടെ അവിടുത്തെ ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവിടുന്ന് സകലദേവന്മാർക്കും ഇതേ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അതോ ഭാഗങ്ങൾ അവിടുത്തെ കയ്യിലാകുന്നു. പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവിടത്തേക്കുള്ളവ. സമുദ്രം അവിടുത്തേത്, അവിടുന്ന് അതിനെ ഉണ്ടാക്കി. കരയെയും തിരുക്കരങ്ങൾ മെനഞ്ഞിരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു, നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈക്കലാണ് തന്നെ. തന്നെ. നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യത്തിൽ നമ്മില്ലാതെയായി നമ്മുടെ പാവങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടെ നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവാസന്നിധിയിൽ നമ്മുടെ വീഴ്ചകളെയും താഴ്ചകളെയും, പ്രത്യേകിച്ച് നാം അധിവസിക്കുന്നതായ ഭൂമിയോട് നാം ചെയ്യുന്നതായ എല്ലാവിധമായ ദോഷങ്ങളെയും ഓർത്ത് ദൈവത്തിന് നമുക്ക് അനുദമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളെ കാര്യം സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപമായി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാനമായി ഞങ്ങൾ അധിവസിക്കുന്ന ഈ ഭൂമിയിൽ അതിന്റെ നിലനിൽപ്പിന് ദോഷകരമായി ഞങ്ങൾ ചെയ്ത എല്ലാ വീഴ്ചകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. സസ്യലതാദികൾ, മറ്റ് ജീവജാലങ്ങൾ എന്നിവയുടെ നിലനിൽപ്പിന് ദോഷകരമായി ഞങ്ങൾ ചെയ്തവ, വായു, ജലം എന്നിവ മലിനമാക്കിയ മഹാദോഷങ്ങൾ എന്നിവ ക്ഷമിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തു മൂലം യാചിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവം നമുക്ക് നൽകുന്ന എല്ലാ നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദൈവത്തെ സ്തുതിക്കാം. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുത്തെ കൃപയായി നൽകിയിട്ടുള്ള സകല ദാനങ്ങൾക്ക് വേണ്ടിയും, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടി, ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിന് വേണ്ടിയും കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായും, ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മയ്ക്കായും, ദിവ്യമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ ഈ പ്രപഞ്ചം, പകൽ, രാത്രി, വേനൽ, മഴ, വിത, കൊയ്ത്ത്, സസ്യാദികൾ എന്നിവയ്ക്ക് വേണ്ടിയും കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബ സംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതന്മാർക്കായും സാമൂഹ്യ ജീവിതത്തിലെ നിർമ്മല സന്തോഷം, സ്നേഹം, സഹതാപം എന്നിവയ്ക്കായും കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, ശാസ്ത്രം, കല, സംസ്കാരം എന്നിവയ്ക്കായി കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സാമൂഹ്യ നീതിക്കും മർദ്ദിതരുടെ വിമോചനത്തിനും അവശ്യന്റെ ഉദ്ധാരണത്തിനും വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, നിയമനിർമ്മാതാക്കൾ, ശാസ്ത്രജ്ഞർ തുടങ്ങിയവർക്കായി കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതി, യുവാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായും പരിശുദ്ധാത്മാവിന്റെ സഹോദരത്തിനായും വിവിധ ശുശ്രൂഷകൾക്കായും കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾക്കായും കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥന തുടരാം. കൃപയും സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളെ അങ്ങേ സ്തുതിച്ചു ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നതിനും ജീവിതത്താൽ അങ്ങേ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയിൽ ഞങ്ങളുടെ വീടുകളിൽ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ധ്യാനവും ആദിത്യചന്ദ്രാദികളെ ചമച്ചവനു സ്തോത്രം. ബോധിച്ചതെല്ലാം ക്ഷണത്തിൽ തികച്ചവനു സ്തോത്രം. ബോധിച്ചതെല്ലാം ക്ഷണത്തിൽ തികച്ചവനു സ്തോത്രം. ഏതൻ കവില്ലാദം ഹവ്വയോടു പല വൃന്ദം. മോദമുടൻ സൃഷ്ടി ചെയ്ത നാഥനെന്നും സ്തോത്രം. മോദമുടൻ സൃഷ്ടി ചെയ്ത നാഥനെന്നും സ്തോത്രം. ആദിമനുഷ്യൻ ചതിവിൽ ആയതിനെ കണ്ടു. ഭീതി ഭുവനത്തിൽ നിന്നു പോവതിനായി കൊണ്ടു.
ശക്തിയാൽ ചരാചരങ്ങൾ ഒക്കെയുമുണ്ടാക്കി. യുക്തിയാൽ തരാതരത്തിൽ എത്രയും നന്നാക്കി. യുക്തിയാൽ തരാതരത്തിൽ എത്രയും നന്നാക്കി. ഭക്തിയായി നടപ്പതിന് മാർഗമൊന്നുണ്ടാക്കി. മുക്തിയിൽ നടത്തുന്ന ഏകനെന്നും സ്തോത്രം. മുക്തിയിൽ നടത്തുന്ന ഏകനെന്നും സ്തോത്രം. ഇന്നത്തേക്കുള്ള സങ്കീർത്തന ഭാഗം 19-ാം സങ്കീർത്തനം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി വായിക്കാം. 19-ാം സങ്കീർത്തനം 1 മുതൽ 14 വരെ. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അവൻ പകൽക്ക് വാക്കുകൊടുക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിൽ എല്ലായിടവും അതിന്റെ അളവും നീളവും ഭൂതലത്തിന്റെ അറ്റത്തോളം അതിന്റെ വശങ്ങൾ ചുറ്റുന്നു. അവൻ സൂര്യന് ഒരു കൂടാരം അടച്ചിരിക്കുന്നു. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളിന് തുല്യം. വീരനെ പോലെ തന്റെ ഓട്ടമോടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിന്റെ അറ്റത്ത് നിന്ന് അതിന്റെ ഉദയവും അറുതിവരെ അതിന്റെ ആയനവുമാകുന്നു. അതിന്റെ ഊഷ്ണവേൽക്കാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമല്ല. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തണ്ടത്തിലും ആഗ്രഹിക്കത്തക്ക തേനിലും തേങ്കട്ടയിലും മധുരമുള്ളവ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലം ഉണ്ട്. തന്റെ തെറ്റുകളെ മറന്നിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. സമീത പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എന്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതക രഹിതനും ആയിരിക്കും. എന്റെ പാതി എന്റെ വീട്ടിലുപകരണമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടായിരിക്കട്ടെ, ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തെ പഴയ നിയമ വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായം 22 മുതൽ 31 വരെ. സദൃശ്യവാക്യങ്ങൾ 8, 22 മുതൽ 31 വരെ. യഹോവ പണ്ടുപണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങളില്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ. പർവ്വതങ്ങളെ സ്ഥാപിച്ചതിനു മുമ്പേയും കുന്നുകൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു. അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിന്റെ പൊടിയുടെ തുകയെയും ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് തന്നെ. അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴത്തിൽ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിന്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കത്തക്കവണ്ണം അവൻ സമുദ്രത്തിന് അതിർ വെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴും ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഇടവിടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനംപ്രതി അവന്റെ പ്രമോദമായിരുന്നു. അവന്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചുകൊണ്ടിരുന്നു. എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരുടെ കൂടെ ആയിരുന്നു. ഈ വാക്യങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. 2-ാം പാഠം യോഹന്നാനുണ്ടായ വെളിപ്പാട് 21-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പിൻ. വെളിപ്പാട് 21-ാം അധ്യായം 1 മുതൽ 8 വരെ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു.
സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല, ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. ഇവിടെ രണ്ടാം പാഠം അവസാനിച്ചു. സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെ. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി, നാം തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോകാം എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി. അടുക്കച്ചെന്ന്, നാഥാ നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു ശാന്തത ഉണ്ടായി. പിന്നെ അവരോട്, ഞങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞ് അവരോ ഭയപ്പെട്ടു. ഇവനാർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. ഇവൻ ആർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. ദൈവം ഈ തിരുവചന വേദഭാഗങ്ങളാൽ നമ്മോരോരുത്തരെ അതിമാനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. സർവശക്തനും നിത്യനുമായ സ്വർഗസ്ഥ പിതാവേ, നല്ല ദൈവമേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തില് ദേവാലയത്തിലും ഭവനങ്ങളിലുമായിരുന്നു കൊണ്ട് അവിടുത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടിയങ്ങളുടെ യാചനകളും സ്തോത്രങ്ങളും അവിടുന്ന് കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ എല്ലാ ഭവനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ ദൈവമായ കരത്തിൽ ഓരോ മക്കളെയും കാത്തുകൊള്ളണമേ. ഭവനങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ അവിടുന്ന് കാത്തു സൂക്ഷിക്കണമേ. ബുദ്ധിയും ജ്ഞാനവും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശങ്ങളിലായിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ഓരോ മക്കളിലും ചൊരിയണമേ. അവിടുത്തെ ദൈവമായ കാവൽ അണച്ചു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരു ദോഷവും തട്ടാതെ വണ്ണം അവിടുത്തെ കരങ്ങളിൽ അവിടുന്ന് അവരെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലെ വാർദ്ധക്യത്തിലിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശാരീരികമായ ശക്തി ക്ഷയിച്ചിരിക്കുന്ന ഈ അവസരങ്ങളില് കർത്താവെ, അവിടുത്തെ കാവൽ നടത്തിപ്പോടോട് കൂടിയിരിക്കുകയും യാതൊരു രോഗത്തിൻ്റെതായ പ്രയാസങ്ങളും വരാതെ വണ്ണം അവിടുന്ന് കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന അച്ഛനെയും കുടുംബത്തെ അവിടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ കൃപയിലെ മക്കളെ കാത്തുകൊള്ളണമേ. സഭയിലെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ മധ്യസ്ഥ ചെയ്യുവാൻ അവിടുന്ന് ഇളയ മക്കളെ അവിടുന്ന് ശക്തീകരിച്ച് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലെ പ്രയാസത്തിലെ ദുഃഖത്തിലൊക്കെ ആയിരിക്കുന്നവരെ അവിടുന്ന് കാത്തുകൊള്ളണമേ. കർത്താവെ, ഈ മഹാമാരിയെ അവിടുന്ന് മാറ്റി ശക്തീകരിച്ച് കർത്താവെ, അവിടുത്തെ കൃപയിൽ ഓരോ മക്കളെയും കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗത്തിന്റെ പ്രതികൂലങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടിയിപ്പാൻ കർത്താവെ, അവിടുത്തെ കൃപ അടിയങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഭൂമിയെ അവിടുന്ന് സൃഷ്ടിച്ചു, അതിനെ പരിപാലിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുവാനും ഈ പരിസ്ഥിതി ദിനത്തില് അങ്ങയുടെ മക്കളായി ഈ ലോകത്തിനു വേണ്ടി ജീവിക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സൃഷ്ടിച്ച മനോഹരമായ ഈ ലോകം എന്നും നിലനിൽപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അതിനായി പ്രവർത്തിപ്പാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനത്തിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. അവിടുത്തെ കൃപയിൽ ഓരോ മക്കളെയും കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ദേശത്തോട് അവിടുന്ന് കരുണ ചെയ്യണമേ. രോഗാവസ്ഥയിലിരിക്കുന്നവരെ അവിടുന്ന് കാത്തു സൂക്ഷിക്കണമേ. കർത്താവെ, അവിടുത്തെ കൃപയിൽ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹാവിടയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ തിരുമേനിക്കായി സ്തോത്രം. അവിടുത്തെ കൃപയിൽ എളിമകനെ അവിടുന്ന് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനത്തിലും അവിടുന്ന് സാന്നിധ്യമിരിക്കണമേ. സഭയിലെ എല്ലാ ഭവനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അടിയങ്ങളെ താഴ്ത്തുന്നു. ഈ വിശുദ്ധ ദിവസത്തിന്റെ ഈ പ്രഭാതത്തില് അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടുകൂടി ഇരുന്ന് ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറയ്ക്കണമേ. മാനവും മഹത്വവും ഒക്കെ അവിടുന്ന് എടുക്കണം. യേശു തമ്പുരാന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. കാള തന്റെ ഉടയവനെ, കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ, എന്റെ ജനം അറിയുന്നില്ല. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ ദൈവമാരെന്നറിയുന്നില്ല. ആകാശത്തിൻ പേരും ഞാറയും കൊക്കും ഇവൽ പക്ഷിയും അവ തന്റെ കാലമറിയും, എൻ ജനമറിയുന്നില്ല. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ആരാധന സംബന്ധിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഇന്ന് സഭ പരിസ്ഥിതി ഞായർ ആയിട്ടാണ് ആചരിക്കുന്നത്. ഈ പരിസ്ഥിതി ഞായർ പ്രകൃതിയെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തെക്കുറിച്ചും കൂടുതൽ ബോധവാന്മാരായി ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ പങ്കാളികളായി അതിൻ്റെ പരിപാലനത്തിലെ അതിൻ്റെ വിവിധ മേഖലകളിലുള്ള നിലനിൽപ്പിൻ്റെ പങ്കാളികളായി തീരുവാൻ നമുക്ക് ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ നമുക്ക് ദൈവികമായ ഈ വിഷയത്തിന്മേലുള്ള ചിന്ത അല്പനേരത്തേക്ക് ചിന്തിക്കാം. സൃഷ്ടി ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ചിന്തയ്ക്കുള്ള ഭാഗം. ധ്യാനത്തിലുള്ള വിഷയം സൃഷ്ടി ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. സങ്കീർത്തനം 19:1 ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാണ്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നുള്ളത് വളരെ പരിതാപകരമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള നിലനിൽപ്പിന് ഭീഷണി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യരൊക്കെ. പല തലങ്ങളിൽ നാം മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ വളരെ അപകടകരമായ ഒരവസ്ഥയിലാണ്. പലതരത്തിൽ ഭൂമി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിചാരിതമായ സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ, വെള്ളപ്പൊക്കം, വരൾച്ച, ഇതൊക്കെയും മനുഷ്യൻ്റെ സ്വസ്ഥത നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അടിസ്ഥാനപരമായി നാം ഇത് ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ ഒക്കെ കാരണം നാം തന്നെയാകുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഇത് പരിഹരിക്കപ്പെടുവാനും ഇതിനെ അതിജീവിക്കുവാനും നമ്മുടെ ഭൂമി മനോഹരമാക്കി തീർക്കുവാനും നമുക്ക് എന്ത് സാധ്യമാകും, എന്ത് ചെയ്യുവാനായിട്ട് കഴിയുമെന്ന് വേദപുസ്തക അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാം. ഈ ദുരിതങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും മാറ്റി ഈ പ്രപഞ്ചത്തെ നന്മയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും എന്നുള്ളതാണ് വേദപുസ്തകം നാം ഓർമ്മപ്പെടുത്തുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നാം
സൃഷ്ടിയിലെ ദൈവിക സാന്നിധ്യം. വേദവസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നാം കാണുന്നതും അതുതന്നെയാണ്. മനോഹരമായി നിൽക്കുകയും സൃഷ്ടിക്കുന്നതായ ദൈവത്തെ, സൃഷ്ടാവായ ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത്. ഓരോ സൃഷ്ടിക്ക് ശേഷവും താൻ സൃഷ്ടിച്ച കാര്യങ്ങളെക്കുറിച്ച് ദൈവം തന്നെ അതിനെക്കുറിച്ച് പറയുകയാണ്. നല്ലത് 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 എന്ന് കണ്ടു. തനിക്ക് തൻ്റെ സൃഷ്ടിച്ച ഓരോന്നിനുമുള്ള സംതൃപ്തി ദൈവം രേഖപ്പെടുത്തുകയാണ്. എല്ലാം നല്ലത് നല്ലത് എന്ന് കണ്ടു. അതുകൊണ്ട് ഈ മനുഷ്യ സമൂഹത്തിന് അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്കൊക്കെയും പാർക്കുന്നതിന് വേണ്ടി ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചം എത്ര ക്രമീകൃതമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്, മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഒന്നിനെ ആശ്രയിക്കത്തക്കവണ്ണം, ഒന്നിനോട് ഒന്ന് കടമപ്പെടുത്തത്തക്കവണ്ണം, ഒന്നിനെ ഒഴിവാക്കാൻ സാധ്യമാകാത്ത തരത്തിലാണ് സൃഷ്ടിയിലെ ഓരോ ജീവജാലങ്ങളെയും സസ്യലതാദികളെയും എല്ലാം എല്ലാത്തിനെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് കാണാം. എത്ര മനോഹരമായിട്ടാണ് ദൈവം ഇതിനെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. നാം വായിച്ചു കേട്ട സങ്കീർത്തനത്തിൽ അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നുള്ളതാണ്. ആകാശമായാലും ഭൂമിയായാലും ജലമായാലും വായുവായാലും മറ്റ് ജീവജാലങ്ങളൊക്കെ ആയാലും നമ്മൾ നോക്കുമ്പോൾ എത്ര അത്ഭുതകരമാണ് അവയുടെ പിന്നിലുള്ള സൃഷ്ടി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നാം ഇന്ന് വായിച്ചു കേട്ട സദൃശവാക്യങ്ങളിലും നാം ആ ദൈവത്തിൻ്റെ ആ വലിയ സൃഷ്ടിയുടെ മഹാത്മ്യത്തെ അവിടെ പറയുന്നതായിട്ട് നാം കാണുന്നു. എല്ലാ മേഖലകളിലും ദൈവം ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ ദൈവം വളരെ കരുതലോടുകൂടിയാണ് ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് നാം കാണുന്നു. ഇത്തരുണത്തിൽ നാം മനുഷ്യരായ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നാം ഓർക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ അന്യോന്യം ദോഷപ്പെടുത്തുന്നതായ കാര്യങ്ങളാണ് മനുഷ്യരൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ ദൈവമോ അങ്ങനെയല്ല. എല്ലാത്തിനെയും വേണം, എല്ലാത്തിനും അനുയോജ്യമായിട്ടുള്ളതാണ്. മറ്റുള്ള ഒന്നിനെ അനുയോജ്യമായ വിധത്തിലാണ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. പരസ്പരാശ്രയത്തിനും പരസ്പര നിലനിൽപ്പിനും ആധാരമാകത്തക്കവണ്ണമാണ് ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നാം കാണുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയുടേതായ മാഹാത്മ്യം എത്ര വലുതാകുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മാത്രമല്ല, ദൈവത്തിൻ്റെ രണ്ടാമത്തെ കാര്യം നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിപാലനം അതല്ല അതിൻ്റെ നിയന്ത്രണം എന്നുള്ളത് നാം നോക്കുമ്പോൾ അതും വളരെ അത്ഭുതകരമായിട്ടാണ്. സൃഷ്ടിച്ചത് മാത്രമല്ല, അതിനെ പരിപാലിക്കുന്നു, വേണ്ടതിനെ വേണ്ട വിധത്തിൽ പരിപാലിക്കുന്നു. ഗോളങ്ങളെ ആയാലും സമുദ്രത്തെ ആയാലും ഒക്കെയും അതിനെ നിയന്ത്രിച്ച് അത് നിൽക്കേണ്ടതായ സ്ഥാനത്ത് നിൽക്കത്തക്കവണ്ണമാണ് ആ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. സമുദ്രമൊക്കെയും അതിനൊക്കെയും അത് നിർമ്മിച്ചിരിക്കുന്നതെന്നും വിശുദ്ധാവേദം നാം പഠിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിന്മേലുള്ള അധികാരത്തെക്കുറിച്ച് നാം ഇവിടെ വായിക്കുന്നു. കടലിൽ കൂടെ യാത്ര ചെയ്ത, പടകിൽ കൂടെ, തടാകത്തിൽ കൂടെ യാത്ര ചെയ്തതായ ശിഷ്യന്മാരെ കൊടുങ്കാറ്റിനെ ഒക്കെ നേരിടുമ്പോൾ കർത്താവ് അവയെ ശാസിക്കുന്നു. അതിന് 25-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞു ആശ്ചര്യപ്പെട്ടു. സൃഷ്ടി മാത്രമല്ല, അതിന്മേലുള്ള പരമമായ അധികാരം നിയന്ത്രണവും ദൈവത്തിനാണ്. അതുകൊണ്ട് കാറ്റിന്മേലും കടലിന്മേലും ജലത്തിന്മേലും ഒക്കെയുള്ള അധികാരവും നിയന്ത്രണവും പരിപാലനവും ഒക്കെ ദൈവത്തിനാണ്. നാം സൃഷ്ടിക്കുന്നതായ ഉണ്ടാക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് നാം ആലോചിച്ച് നോക്കുക. പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ ഒരു കാര്യം ചിലപ്പോൾ സൃഷ്ടിച്ചാൽ നമുക്കതിനെ പിന്നീട് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ വിനാശകരമായിട്ടാണ് പോകുന്നത്. ഇന്ന് വളരെയധികം ചർച്ചാ വിഷയമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകവ്യാപകമായ മഹാവ്യാധിയൊക്കെ മനുഷ്യനിർമ്മിതമാകുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതിനെയൊക്കെ പിന്നെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയാത്ത വിധത്തിൽ ഉള്ള ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ ദൈവമോ താൻ സൃഷ്ടിച്ച എല്ലാത്തിന്മേലും താൻ അതിനെ പരിപാലിക്കുക മാത്രമല്ല, അതിനെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയും. വീണ്ടും നാം ചിന്തിക്കുമ്പോൾ മനുഷ്യൻ ഇവയോട് കാണിച്ച ദോഷകരമായ പ്രവർത്തനം, ഉൽപ്പത്തി പുസ്തകത്തിൽ കാര്യവിചാരകന്മാരാക്കി സൃഷ്ടിയിലെ
കാര്യവിചാരന്മാരാക്കി നമുക്കെയും ദൈവം സൃഷ്ടിക്കുകയാണ്. ഈ സൃഷ്ടിയിലുള്ള ഭൂമിയിലുള്ള മനുഷ്യവാസം ഭൂമിയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയപ്പെടുന്നതായ ഈ ഭൂമിയിൽ ഇതിൽ നാം പാർക്കുന്നതിന് വേണ്ടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളിന്മേലും നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. കാര്യവിചാരകന്മാരുള്ള ഒരു വലിയ കർത്തവ്യവും ശുശ്രൂഷയും നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ മനുഷ്യ നാം നോക്കുമ്പോൾ ഇവയെല്ലാം നഷ്ടപ്പെടുത്തുന്ന, നാശകരമാക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. മനുഷ്യൻ്റെ അത്യാർത്തി, അവൻ്റെ പലവിധത്തിലുള്ളതായ അമിതമായ താല്പര്യങ്ങളാണ് ഈ ഭൂമി ഇന്ന് ഈ ഭൂമിയിലുള്ള ഈ ദുരവസ്ഥയ്ക്ക് കാരണം. അതുകൊണ്ടാണ് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെയും അതിൻ്റെ കാരണം എന്താണ്? ഭൂമിയെ നാം വേണ്ട വിധത്തിൽ സംരക്ഷിക്കാതെ അതിനെ ദോഷപ്പെടുത്തിയത് കൊണ്ടാകുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് മനുഷ്യൻ്റെ ഈ അത്യാർത്തിയും ഒക്കെയും മാറ്റി ഭൂമിയെ സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കാണ്. തലമുറകൾക്ക് കൈമാറുവാനായിട്ടാണ് ദൈവം ഈ ഭൂമിയെ നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മോ നാശമാണ് തലമുറകൾക്ക് കൈമാറുന്നു എന്നുള്ളതാണ് നാം ഓർക്കേണ്ടതായ കാര്യം. അങ്ങനെ വളരെ ദോഷകരമായ ഒരു അവസ്ഥയിലാണ് മനോഹരമായി സൃഷ്ടിച്ച് ദൈവം അത്ഭുതകരമായി സൃഷ്ടിച്ച ഈ ഭൂമിയെ, ദൈവിക സാന്നിധ്യം ഉള്ള ഈ ഭൂമിയെ, ദൈവിക പരിപാലനത്തിലും നിയന്ത്രണത്തിലുള്ള ഭൂമിയെ മനുഷ്യൻ ഇതിനെ ദോഷകരമായിട്ടാണ് കാണുകയും ഏതോ ശത്രു മനോഭാവത്തോടുകൂടിയാണ് ഭൂമിയെ മനുഷ്യൻ കാണുന്നത്. അവൻ്റെ ആർത്തിക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി, വികസനത്തിൻ്റെ പേരിലും മറ്റുമൊക്കെ ഭൂമിയെ വളരെയധികം ചൂഷണം ചെയ്ത് ദോഷപ്പെടുത്തി അവൻ്റെ തന്നെ നിലനിൽപ്പ് നഷ്ടപ്പെടുത്തുന്നതായ, നാശകരമാക്കുന്ന, നാളത്തെ നിലനിൽപ്പ് നഷ്ടപ്പെടുത്തുന്നതായ ഒരവസ്ഥയിലാണ് ഇന്നെത്തി ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനും പരിസ്ഥിതിയെ നാം വേണ്ട വിധത്തിൽ കാണുവാനും ദൈവത്തിൻ്റെ ദാനമാകുന്നുവെന്ന് ഓർത്തുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാനും നാം വിളിക്കപ്പെട്ടവരാണ്. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 1-ാമത്തെ വാക്യം, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനി ഇല്ല. ഒരു പുതിയ പുനഃക്രമീകരണം നടത്തുന്നതായിട്ട് കാണാൻ ഇവിടെ കഴിയും. ഒരു പുനഃക്രമീകരണമാണ്. ദൈവമെല്ലാം പുതിയ ആകാശവും പുതിയ ഭൂമിയും വീണ്ടും ദൈവം അതിനെ പുനഃക്രമീകരിച്ച് വളരെയധികം അനുഗ്രഹമാക്കി തീർക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പരിസ്ഥിതി ഞായറാഴ്ച നാം ഉത്തരവാദിത്വബോധമുള്ളവരായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിയെയും പരിപാലിച്ച് അനുഗ്രഹത്തോട് മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും വസിക്കുന്നതിന് വേണ്ടി അനുഗ്രഹമായിട്ടാണ് ഭൂമിയെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രഖ്യാപിക്കുന്നതായ, അതിൻ്റെ മഹാത്മ്യത്തെ പ്രഖ്യാപിക്കുന്നതായ ഭൂമിയെ നാം വളരെ സംരക്ഷിക്കുകയും അതിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കുകയും വരുന്ന തലമുറയ്ക്കത് കൈമാറുകയും ചെയ്യണം. മാത്രമല്ല, എല്ലാത്തിനുപരിയായി നാം നോക്കുമ്പോൾ ഈ ഭൂമിയിന്മേലുള്ള നിയന്ത്രണം ദൈവത്തിനാണ്. ദൈവം സൃഷ്ടിച്ചതൊക്കെയും നിയന്ത്രിക്കപ്പെടുന്നതും അത് അനുഗ്രഹിക്കപ്പെടുന്നതാണ്. എന്നാൽ മനുഷ്യൻ സൃഷ്ടിക്കുന്നതും എല്ലാ കാര്യങ്ങളും വിനാശകരമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ദോഷങ്ങളിൽ നിന്നും നമുക്ക് പിന്മാറി ദൈവത്തിൻ്റെ സൃഷ്ടിയെ നമുക്ക് പരിപാലിക്കുവാനും സംരക്ഷിക്കുവാനും എല്ലാ തലമുറകൾക്കും ലോകത്തിനും അനുഗ്രഹമായി തീരുവാനും വേദപുസ്തകം നമ്മൾ ഓർപ്പിക്കുന്നത് പോലെ അനുഗ്രഹത്തോടുകൂടി, കാര്യവിചാരത്തോടുകൂടി ഇവയൊക്കെ കൈകാര്യം ചെയ്യുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാമുഖാന്തരം നമ്മെല്ലാം സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഈ ആഴ്ച നമ്മൾ ആഘോഷിക്കുന്നത് അലൻ രാജ്ഭവൻ, അമ്മിണി തോമസ്, ബിനു ഭവൻ എന്നീ പ്രിയപ്പെട്ടവരാണ്. ജന്മനാൾ ആശംസകളും പ്രാർത്ഥന അറിയിക്കുന്നു. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം നമുക്കറിവുള്ളതാണല്ലോ. ദൈവാലയങ്ങളൊക്കെയും തുറക്കുന്ന ആ ക്രമമനുസരിച്ച് നമ്മുടെ ആരാധനകളെ നമുക്ക് നടത്തുവാനായിട്ട് കഴിയും എന്ന് വിശ്വസിക്കുന്നു. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അതോടൊപ്പം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച് നാം മുഖാന്തരമോ നാം മറ്റൊരാൾക്കോ ഒരു ദോഷം വരാതെ വണ്ണം വളരെയധികം ജാഗ്രതയോടെ ഈ നാടുകളിൽ ജീവിക്കുവാനായിട്ട്, പ്രവർത്തിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ബലഹീനരാടികളൊക്കെ ഇവിടെ സഹായിച്ച വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന
ഭൂമിയിലെല്ലാ നന്മകൾക്കായി ഞങ്ങൾ നീ സ്തോത്രം ചെയ്തു. പലപ്പോഴും അവ നശിപ്പിക്കുന്ന പല വിധത്തിൽ അതിനെ മലീമസമാക്കുന്ന പ്രവൃത്തിയിലാകുന്നു ഞങ്ങളൊക്കെയും ആയിരിക്കുന്നത്. അതാ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തു. ഈ ലോകത്തെയും ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെയും പരിപാലിക്കുവാനായിട്ട് ഞങ്ങൾ മേലുള്ള വലിയ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ തലമുറ കർത്താവെ വരുന്ന തലമുറകൾക്ക് നന്മ പകരുവാൻ വിഭവങ്ങളും പ്രകൃതി വിഭവങ്ങളൊക്കെയും നിലനിർത്തുവാൻ തക്കണം അവിടെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അമിത ചൂഷണങ്ങളോ മറ്റു തരത്തിലുള്ളതായ ദോഷങ്ങളോ ആരും ചെയ്യാതിരിക്കാൻ തക്കവണ്ണം ദൈവമേടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവൻ നിലനിർത്തുന്ന എല്ലാ ദൈവത്തിൻ്റെ ദാനങ്ങൾക്കായി സ്തോത്രം ചെയ്തു. കർത്താവെ മഹാവ്യാധിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും വിടുവിച്ച് അനുഗ്രഹിക്കണമേ. സഭാവിശ്വാസികൾ, ദേശവാസികൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ വിവിധ ദേശങ്ങളായിരിക്കണം, വിവിധ ശുശ്രൂഷകളും സേവനങ്ങളുമായിരിക്കുന്ന എല്ലാ പ്രിയമക്കൾക്കായി സ്തോത്രം. ഈ ദിവസങ്ങളിലൊക്കെയും ആരാധന പങ്കുകൊള്ളുന്ന എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. വിവിധ ഭാഗം നിർവഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വേണ്ടി അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ജന്മനാൾ ആഘോഷിച്ച എല്ലാ മക്കൾക്കായി സ്തോത്രം. ഈ ആഴ്ച ജന്മനാൾ ആഘോഷിക്കുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വേണ്ടി അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കൃപയുള്ള കരങ്ങൾ കാത്തണമേ. പഠനങ്ങളൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമേറിയ ഭാവം ലഭിക്കാൻ തുടർന്നുള്ള അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. എല്ലാവരും അനുഗ്രഹിക്കണമേ കർത്താവേ. സഭയുടെ വിവിധ ശുശ്രൂഷകൾക്കായി സ്തോത്രം. എല്ലാത്തിനും മേൽ ദൈവത്തിൻ്റെ കൃപ പകരണമേ. എല്ലാ അനുഗ്രഹങ്ങളും നിറയ്ക്കണം. ചോദിച്ചലുപരിയായ കൃപ കൊണ്ട് ഞങ്ങൾ വഴി നടത്തണമേ. പരിശുദ്ധാത്മനാ ഞങ്ങൾ നിറയ്ക്കണമേ. സമസ്തവും യേശു മിശിഹായുടെ താഴ്മയുടെ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ആശീർവാദം കർത്താവ് നിങ്ങൾ അനുഗ്രഹിച്ച് കാത്ത് രക്ഷിക്കട്ടെ. കർത്താവ് തൻ്റെ മുഖം നിങ്ങളുടെ മേലും പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ. കർത്താവ് തൻ്റെ മുഖപ്രകാശം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേകാദൈവത്തിൻ്റെ സംസർഗവും കൂട്ടായ്മയും സഹവാസം പ്രാർത്ഥന എല്ലാ കാര്യങ്ങളോടും ആവശ്യങ്ങളോടും തുടർന്നുള്ള നമ്മുടെ ജീവിതത്തോടും എന്നേക്കും ഇരിക്കുമാറാകട്ടെ.